ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എസ് ആൻഡ് വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഓഡിയോ സിസ്റ്റം, ഒരു DC ആംപ്ലിഫയർ ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു വാട്ട്സ് കിട്ടുന്ന ബോർഡ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ബോർഡാണെങ്കിലും ഇതൊരു ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ്. ഒരു ചാനൽ ഒരു ചാനൽ 100 വാട്ട്സ് വെച്ച് കിട്ടുന്ന രീതിയിലുള്ള 100+100 വാട്ട്സ് കിട്ടുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് വാഹനങ്ങളിൽ ഇതേപോലെ സിസ്റ്റങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വാഹനങ്ങളിൽ ഓഡിയോ സിസ്റ്റം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ട് വരുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഒരു 2.1 ആംപ്ലിഫയർ ഒക്കെ നമ്മുടെ വാഹനങ്ങളിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാനൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 30 വാട്ട്സ് അല്ലെങ്കിൽ 40 വാട്ട്സ് 44-40 IC ഒക്കെ വെച്ചുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു 12 വോൾട്ട് DC ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 100 വാട്ട്സ് വെച്ച് പെർ ചാനൽ കിട്ടുന്ന ഒരു ക്ലാസ് ഡി ബോർഡാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നത്. ഈ ഒരു ബോർഡ് വെച്ച് നിങ്ങൾക്ക് വാഹനങ്ങളിൽ മാത്രമല്ല, വേണമെങ്കിൽ ഈ ട്രോളി സ്പീക്കറുകൾ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്ഷനാണ്. അതേപോലെ തന്നെ ഒരു കൂളിംഗ് ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്ലാസ് ഡി ബോർഡ് ആയതുകൊണ്ട് തന്നെ കൂളിംഗ് ഫാനിൻ്റെ ആവശ്യമോ ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ ആ ഒരു ബോർഡാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഐറ്റം. ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാം. ഇതാണ് ഈ ഒരു ഐറ്റം വരുന്നത്. G-Star എന്ന് പറയുന്ന ബ്രാൻഡിൽ G-Star ഇറക്കുന്ന ഒരു ബോർഡാണ്, ഒരു സ്റ്റീരിയോ ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മളുടെ ബോർഡ്. ഇതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബോർഡിൻ്റെ സൈസ് ഒന്ന് നോക്കാം. അതായത് ഒരു 13.5 സെൻറ്റിമീറ്റർ ഇതിൻ്റെ ആ ഒരു വിഡ്ത്ത് വരുന്നുണ്ട്. നമുക്ക് ഡെപ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 സെൻറ്റിമീറ്റർ ഡെപ്ത്തും വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ക്യാബിനറ്റിനകത്തൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ആ ഒരു PCB ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് നല്ല ക്വാളിറ്റിയാണെന്നറിയാം. അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു ബോർഡ് അവർ ചെയ്തിരിക്കുന്നത്. കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും എല്ലാം ക്ലാസ് ഡി ആയതുകൊണ്ട് തന്നെ SMD കമ്പോണൻസ് ആണ് ഇതിനകത്ത്. ഒരു 90% SMD കമ്പോണൻസുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന കപ്പാസിറ്റർ നമുക്ക് നോക്കാം. 2, 4, 6, 7 14 കപ്പാസിറ്ററാണ് ഇതിൽ ഇവർ കൊടുത്തിരിക്കുന്നത്. സാനിയോയുടെ കപ്പാസിറ്ററാണ്. 1000 mFൻ്റെ 50 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് ഇവിടെ പറയുന്നത് 12 വോൾട്ട് മുതൽ, ഇവിടെ കാണാം 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെയാണ് ഇവിടെ കമ്പനി പറയുന്നത്. ഇത് 12 വോൾട്ടിൽ നമുക്ക് കൊടുക്കാം. ഒരു 5 ആമ്പിയറൊക്കെ നമുക്ക് കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല വർക്കിംഗ് കിട്ടും. ഇവിടെ ഇവർ ഒരു മോസ്ഫെറ്റ് ആണ് ഇവിടെ, അതായത് ഈ വരുന്ന വോൾട്ടേജിനെ ഇവർ കൺവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി ഇവിടെ മോസ്ഫെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന IC ഇവർ പറയുന്നത് ഒറിജിനൽ IC ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 100+100 വാട്ട്സ് നല്ല രീതിയിൽ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു 2 സെക്ഷനിൽ 2 പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. ഓഡിയോയുടെ ലെവല് ലെഫ്റ്റും റൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയായിട്ടാണ് ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഇവിടെയായിട്ടാണ് USB ബോർഡിൽ നിന്നുമുള്ള ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഇൻപുട്ട് കൊടുക്കേണ്ടത് ഇവിടെയാണ്. നമുക്കിതാ ഇവിടെ നിന്നും 2 സ്പീക്കറിനായിട്ടുള്ള ലെഫ്റ്റ് സ്പീക്കറും റൈറ്റ് സ്പീക്കറുമായിട്ടുള്ള സ്പീക്കർ കണക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് എടുക്കുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ്. നമുക്ക് ഇതിൽ സോൾഡറിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ വോൾട്ടേജ് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഇതേ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഇൻപുട്ട് കൊടുക്കുന്നതാണെങ്കിലും അത് RMC കണക്ടർ വെച്ച് നമുക്ക് ചെയ്യാം. ഇവിടെയും RMC കണക്ടറാണ്. സ്പീക്കറിൻ്റെ ഔട്ട് എടുക്കാൻ വേണ്ടിയും RMC കണക്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വണ്ടികളിലേക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ്. കാരണം നമുക്ക് നല്ല സെറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യാനാണെങ്കിൽ നല്ല ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടും. നമുക്ക് നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ലൈഫ് കൂടുതലാണ്, ഹീറ്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ പല ഉപയോഗങ്ങൾ ഇതിന് ഉണ്ട്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി ഐറ്റം തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ G-Starൻ്റെ അവരുടെ ബ്രാൻഡിങ് ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ വരുന്നത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് GS3116 200 വാട്ട്സ് എന്നുള്ളത് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ കാറ്റലോഗും കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ICയുടെയും ഇതിൻ്റെ കമ്പോണൻസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നതാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല ഒരു അടിപൊളി ബോർഡ് എന്ന് തന്നെ വേണം പറയാൻ. ഇത് വെച്ചിട്ട് നമുക്ക് ഈ പാർട്ടി സ്പീക്കേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യാനെ കൊണ്ട് അടിപൊളിയാണ്. കാരണം 12 വോൾട്ട് മതിയല്ലോ, 12 വോൾട്ട് മതി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്ലൂടൂത്ത് ബോക്സും ഒക്കെ നമുക്കൊരു 12 വോൾട്ട് ബാറ്ററിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് നമുക്കൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഈ ബോർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എറണാകുളം പള്ളിമുക്കിന് സെൻറ്റ് മേരീസ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഷോപ്പുണ്ട്. അവിടെയാണ് ഈ ഒരു ബോർഡ് ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പം അവരുടെ ആ ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ആ ഷോപ്പിൻ്റെ സെൻറ്റ് മേരീസിൻ്റെ ഞാൻ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് കൊറിയർ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടോ എങ്ങനെ വേണേലും വാങ്ങാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൈസ് നോക്കുകയാണെങ്കിലും താരതമ്യേന ഒരു കുറഞ്ഞ പ്രൈസാണ് ഇതിന് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 1300 1400 രൂപയ്ക്ക് ഇടയിലാണ് ഈ ഒരു ബോർഡിൻ്റെ വില വരുന്നത്. അപ്പം പ്രൈസ് ആണെങ്കിലും വളരെ കുറഞ്ഞ ഒരു പ്രൈസ് തന്നെയാണ്. നമ്മൾ ഈ ഒരു 100+100 വാട്ട്സ് കിട്ടാണ്ട രീതിയിൽ നമ്മളല്ലാതെ ബോർഡുകളൊക്കെ വാങ്ങി ഫിൽറ്ററും കാര്യങ്ങളും എല്ലാം വാങ്ങിയിട്ട് നമ്മളിത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇരട്ടി എമൗണ്ട് ആകും. അതേപോലെ തന്നെ വയറിങ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.